അത് ഞാൻ അബ്ദു പൊയിലഗ്ര ഫാം. ഇന്നുള്ളത് ഗുണ്ടൽപേട്ട ബേഗൂരാണ്. നമ്മളെ മാവിൻ്റെ തോട്ടം 10 ഏക്കർ ആണ്ടല്ലേ. മല്ലികൊക്കെ ഫുള്ളായിട്ട് വളമിട്ട് സെറ്റാക്കി അതൊക്കെ കാണിച്ചു കൊടുത്താൽ ഫുള്ളായിട്ട് സെറ്റാക്കി വെച്ചാണ്. അപ്പം അങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട്. അടുത്ത മാസം മുതൽ വെള്ളം കൊടുക്കില്ല. അടിപൊളി വൈബല്ലേ. അപ്പം അതിൽ ഇത് കണ്ട ഇവിടെ പിന്നെ ഒരു 4-5 മാവ് ഉണ്ടായിരുന്നു. മാവ് മല്ലിക വെച്ച സമയത്ത് ക്രോസ് വന്നാണ്. ടേസ്റ്റില്ല, നിറച്ച് മാങ്ങ ഉണ്ടാവും. ടേസ്റ്റില്ലാത്തതുകൊണ്ട് ഇതിനെ ഒരു 3 മാസം മുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ നമ്മുടെ തോട്ടത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള മല്ലിക മാവിൻ്റെ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യണേ. സ്റ്റോൺ ബഡ് അതിങ്ങനെ കട്ട് ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കണം. കത്തി ഷാർപ്പായിക്കണം. കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇങ്ങനെ ഷാർപ്പായിട്ട് ചെത്തണം. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഉണ്ടോ, ഒരു ഭാഗത്ത് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ടൈറ്റ് ആക്കണം. ഇത്ര പണിയുള്ള സംഭവം. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്നത് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ കമ്പ് സയോണ എടുക്കുമ്പോൾ നല്ലോണം കായ്ഫലമുള്ള മാവിൻ്റെ നോക്കി എടുക്കണം. അതിൻ്റെ പ്രായം നോക്കണം. അതേമാതിരി റൂട്ട് സ്റ്റോക്ക് ചെയ്യുന്ന മാവിൻ്റെ പ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ഇതിൻ്റെ മുകളിൽ സിപ്പപ്പിൻ്റെ കവറിട്ട ഒരു 7 ദിവസം 8 ദിവസം കൊണ്ട് തളിര് വരും. തളിര് വന്ന ഉടനെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഇത് എടുക്കുമ്പോൾ എന്താ ഇതിന് സൂട്ടായി ചെറിയ സൂട്ടുകൾ വരുന്നുണ്ടോ, ഇങ്ങനത്തെ സയോണായിട്ട് എടുക്കണം കേട്ടോ. അതായത് ഇവിടെ പിന്നെ എന്നാൽ പെട്ടെന്ന് തളിര് വരും. ഇതിങ്ങനെ വെച്ചിട്ട് തളിര് വന്നതിന് ശേഷം മരുന്നടിക്കുക. അപ്പം മരുന്നടിക്കണം. അതല്ലെങ്കിൽ തൂമ്പ് വെട്ടുന്ന പിന്നെ ഇല ഊറ്റി കുടിക്കുന്ന ഈ പ്രാണിയില്ല, അതെല്ലാം വെട്ടിപ്പോകും. മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ബായ്.